കോഴിക്കോട് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തം. യൂത്ത് ലീഗ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിക്കും. മരിച്ച ജോസഫിന്റെ കുടുംബാംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ഉണ്ട് കോഴിക്കോട് നിന്നും. പ്രതിഷേധത്തിൽ പഞ്ചായത്ത് മെമ്പറുടെ പ്രതികരണത്തിലേക്ക്. പെൻഷൻ മാസത്തിൽ കിട്ടിയില്ലെങ്കിൽ ജീവിതം വലിയ പ്രയാസമാണെന്നും അത്തരം സാഹചര്യമാണ് കടന്നു വരുന്നതെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ എഴുത്ത് കിട്ടിയ ആളുകളൊന്നും അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ആവശ്യം നടത്തിക്കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ മോർച്ചറിയുടെ മുമ്പിൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ മരണമായിരിക്കണം പെൻഷൻ ലഭിക്കാതെ പ്രയാസം അനുഭവിച്ച് മരിച്ചവരിൽ ഏറ്റവും അവസാനത്തത് ശ്രീ വളയത്ത് ജോസഫ് ആയിരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാൽ ബോഡി ഏറ്റുവാങ്ങിയാൽ നേരെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഞങ്ങൾ ഈ വിലാപയാത്ര പോകും. ആ കളക്ടറേറ്റിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ് നിർബന്ധമായും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള, അദ്ദേഹത്തിനോ അത് ലഭിക്കില്ല, ഇനി ഒരാൾക്കും ഈ പ്രയാസം വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വിവരങ്ങളുമായി റിയാസ് KMR ഉണ്ട് കോഴിക്കോട് നിന്നും. റിയാസ്, പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുപോലെ തന്നെ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തുടങ്ങിയോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെയാണ് ചക്കട്ടപ്പാറ മുതുകാടെ വളയത്ത് ജോസഫ്, ഭിന്നശേഷിക്കാരനായ ജോസഫ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചാലുടൻ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ തയ്യാറായി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അടക്കം ഇവിടെയുണ്ട്. മാത്രമല്ല, ഈ പ്രതിഷേധത്തിൻ്റെ രീതിയെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഈ മരണം നടക്കാനുള്ള കാരണം സർക്കാരാണ്. പാവപ്പെട്ട ജോസഫിനെ കൊല ചെയ്തിരിക്കുന്ന സർക്കാരാണ്. നവകേരള സദസ്സെന്നും പറഞ്ഞ് ദൂർത്തടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീട് മൂടി പിടിക്കാൻ പണം ചെലവഴിക്കുന്നു. എത്ര ഫ്ലക്സുകളാണ് നവകേരള സദസ്സ് വെച്ച്? ആ ഒരിടത്ത് വെച്ച ഫ്ലക്സ് ബോർഡിൻ്റെ ചെലവിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു. സർക്കാരാണ് യഥാർത്ഥ കുറ്റക്കാരൻ, സർക്കാരിന് കൊലയാളി. കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, ഏതായാലും ഒരിക്കലും സംഭവിക്കാനും പാടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരിതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. കുടുംബത്തിനൊരാൾക്ക് ജോലി നൽകണം, വീട് വെച്ച് കൊടുക്കണം. മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുട്ടിയും ഭിന്നശേഷിക്കാരിയാണ്. അവരും ഇവിടെ ചികിത്സയിലാണ്. അവരുടെ സംരക്ഷണവും സർക്കാർ എടുക്കണം. ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ്. സർക്കാരിൻ്റെ ഈ ഒരു അനാസ്ഥ കാരണം ജീവൻ പോയിരിക്കുന്നത്. മറ്റൊന്ന്, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് ഈ മൃതശരീരം വേദനയോടെ ഏറ്റുവാങ്ങി ജില്ലാ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി 5 മിനിറ്റ് വെക്കും. എന്നിട്ട് പ്രതിഷേധം അറിയിക്കും. അവിടെ ഞങ്ങൾ കേരള സർക്കാർ മരിച്ചു പോയിരിക്കുന്നു. മരിച്ചത് ഇവരല്ല, സർക്കാരാണ്. സർക്കാരിൻ്റെ റീത്ത് ഞങ്ങൾ കളക്ടറേറ്റ് പോലും വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടുന്നത് വരെയുള്ള സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. അതുതന്നെയാണ് പ്രവീൺകുമാർ പറയുന്നത്. അതായത് ഈ ഒരു വിഷയം അത് രാഷ്ട്രീയമായി കോൺഗ്രസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി നേരെ കളക്ടറേറ്റ് പടിക്കലേക്ക് ഇവർ ചെല്ലും. ആ മൃതദേഹം 5 മിനിറ്റ് നേരം അവിടെ കളക്ടറേറ്റ് പടിക്കൽ പ്രതീകാത്മക പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വെക്കും. പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് ഈ ജോസഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകണം, കുടുംബത്തിലൊരാൾക്ക് തൊഴിൽ നൽകണം, ഒപ്പം തന്നെ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെ വേണ്ടി വീട് വെച്ച് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ആവശ്യം എന്നാണോ സർക്കാർ നിറവേറ്റുന്നത് അതുവരെ ഈ ഒരു വിഷയത്തിൽ തുടർ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ജോസഫിൻ്റെ മരണം പെൻഷൻ മുടങ്ങിയ മറ്റുള്ളവർക്ക് കൂടിയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് എന്ന് ഈ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ മുടങ്ങുന്നതിനെതിരെയുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രക്ഷോഭം സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനു പുറമെയാണ് ഈ കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായൊരു പ്രതിഷേധത്തിന് ഇപ്പോൾ കളമൊരുങ്ങുന്നത്.